ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലേഡീസി വിത്ത് ജി സി ഞാൻ ഗോപുചന്ദ്രൻ. സോ ഗൈസ് നമ്മൾ RRB ഗ്രൂപ്പ് ഡി വൈകാതെ വരും, എപ്പോൾ വരുന്നുള്ള ഡേറ്റ് കൺഫേം ആയിട്ട് വന്നിട്ടില്ല എങ്കിലും RRB സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. ഈ കാര്യം ഈ നിങ്ങൾ തമ്പനയിൽ കാണുന്ന പോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് റൂൾ, അതേപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ഇത് സ്ഥിരം റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിന് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ പലർക്കും ഇപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് വളരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫിസിക്സിൽ. ഓക്കെ, ശരി. ഒന്നാമത്തെ കാര്യം, ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇതൊക്കെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഞാനത് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, അതിനെ ലോറൻസ് ഫോഴ്സ് എന്നും പേരുണ്ട്. പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന കറണ്ട്. സോ കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ ഫോഴ്സ്, ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ലോസ് ആണ് ഈ മൂന്ന് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, അതായത് 1 മിനിറ്റ്, ഇവിടെ നോക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഈ LEFT, ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഈ F എന്ന് പറയുന്നത് റെഡ് കളറിലാണ്, I എന്ന് പറയുന്നത് ഞാൻ ഇവിടെ റൈറ്റിൽ റെഡ് കളറിലാണ്, തമ്പിൽ M. അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന്റെ, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F അല്ലേ, F ആലോചിക്കുക, ലെഫ്റ്റ് ആലോചിച്ചാൽ മതി. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുമ്പോൾ. മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അടുത്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു കണ്ടക്ടറാണ്. ഞാൻ ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിന്റെ അടുത്തോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസിന്റെ മാറ്റം വരും. നമ്മൾ ഫ്ലക്സ് എന്നൊക്കെയാ പറയാം, മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മാഗ്നറ്റ് അടുത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അകന്ന് പോകുമ്പോൾ ഇതിൽ ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്യും, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാനുള്ള റൂളാണ് എന്ത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ I എന്നല്ല ഉദ്ദേശിക്കുന്നത്. I എന്ന് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കറണ്ട് മീൻസ് I. അതുകൊണ്ട് റൈറ്റിൽ എന്തുണ്ട്, I ഉണ്ട്, കണ്ടോ. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റിലെ ആ I എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കറണ്ട് ആണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തേക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി തമ്പ് റൂള്, റൈറ്റ് ഹാൻഡ് തമ്പ്. ഓക്കെ, തമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തള്ളവിരൽ എന്നൊക്കെ പറയും അല്ലെ, ഇതിനാണ് തമ്പ് റൂൾ, തമ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമ്പിൽ എന്തുണ്ട്, M ഉണ്ട്. M എന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, M എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒരു കൺഫ്യൂഷൻ മാർക്ക് കിട്ടിയില്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ മാഗ്നറ്റിക്കിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ കറണ്ട്, റൈറ്റിലെ I എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, കറണ്ട് ആണ് കണ്ടുപിടിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. കറണ്ടിന്റെ ഡയറക്ഷൻ ഏത് കറണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം കൊണ്ടുണ്ടാകുന്ന കറണ്ടിന് വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, മൂന്നാമത്തെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, M എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കാര്യം പറഞ്ഞു തരാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ മോട്ടറിൽ യൂസ് ചെയ്യും. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ജനറേറ്ററിൽ കൺസെപ്റ്റ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. കാരണം എന്താ, ഈ ജനറേറ്ററിനൊക്കെ വെച്ചാൽ നമ്മൾ എന്താ, ജനറേറ്റർ അതായത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനാണല്ലോ ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താ, കറണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അർത്ഥം എന്താ, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ കറണ്ട് ഉണ്ടാക്കാൻ കറണ്ട് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, പോട്ടെ. പിന്നെ തിരിച്ചു ചിന്തിക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും അല്ലെ. ആരാ മാറ്റുന്നത്,
മോട്ടറാണ് മാറ്റുന്നത്. ഇലക്ട്രിക്കൽ മെക്കാനിക്കലൊക്കെ ആയിട്ട് മാറ്റാന്ന് വെച്ചാൽ അവിടെ എന്താ ഉണ്ടാകുന്ന ഒരു ഫോഴ്സിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ക്ലിയർ അല്ലേ? നല്ല കൺസെപ്റ്റ് അല്ലേ? ശരി, അപ്പോൾ ആ ഷോർട്ട് കട്ട് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് കൺസെപ്റ്റിലോട്ട് കിടക്കാം. ഞാൻ ഈ ഷോർട്ട് കട്ട് പറയാൻ കാരണം ചിലർ ഇത് ബൈഹാർട്ട് ചെയ്ത് മക്കപ്പ് ചെയ്ത് പഠിച്ച് കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ വേർഡ്സ് കുറച്ച് സ്പീഡാണെന്ന് അറിയാം, എനിക്ക് പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഈ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ മൈക്കില്ല, അതുകൊണ്ട് ഈ ഒരു ഓഡിയോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ ഒന്നാമത്തെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് വയർ ഫോളോയിങ് എ ഗൈഡ് ലൈൻ ഓൺ എസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് ഒരു കണ്ടക്ടർ, ഈ ഒരു കണ്ടക്ടർ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. പുറമേ കൊടുക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ ഈ ഒരു കണ്ടക്ടർ വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലൂടെ എന്ത് ഫ്ലോ ചെയ്യും? ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ആ ഇലക്ട്രിക് കറണ്ടിന്റെ തിരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതൊക്കെ വായിച്ചോളാം കേട്ടോ. അതായത് ഒരു ഇലക്ട്രിക് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു വയറിലൂടെ കറണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള മാഗ്നറ്റിക് എഫക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യില്ലെന്നുള്ളൂ. ബട്ട് എന്തായാലും നിങ്ങൾ അവിടെ ഒരു മാഗ്നറ്റിക് നീഡിലൊക്കെ കൊണ്ടുവച്ചാൽ മതി. ഒരു കറണ്ട് ക്യാരിയിങ് വയറിന്റെ അടുത്തൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതിനർത്ഥം എന്താ? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതിനെ നമ്മൾ ഈ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഓക്കെ, അതിലെന്താ ചെയ്യേണ്ടത്? അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പേനയാണ് ഈ ഒരു പേനയാണ് കറണ്ട് എന്ന് വിചാരിക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലോട്ടേക്ക്. ഓക്കെ, മുകളിലേക്കാണെങ്കിൽ ഞാൻ എൻ്റെ തമ്പ് കൊണ്ട് പിടിക്കുക. ഈ അതായത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു പേന പിടിക്കില്ല, അതുപോലെ പിടിക്കുക. എന്നിട്ട് തമ്പിന്റെ ഡയറക്ഷൻ കറണ്ട് എങ്കിൽ നമ്മൾ ഈ 4 ഫിംഗേഴ്സും വളയ്ക്കുമല്ലോ, 4 ഫിംഗേഴ്സും നമ്മൾ ബെൻഡ് ചെയ്യുന്നു. അതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഫിഗർ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കണ്ടോ, ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇതാണ് നിങ്ങളുടെ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ 4 ഫിംഗേഴ്സിന്റെയും ഡയറക്ഷൻ ഇവിടെ ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, അതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും കേട്ടോ, ഒരു സർക്കുലർ ലൂപ്പ് പോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, സർക്കിൾ ആയിരിക്കും. അപ്പൊ കറണ്ട് മുകളിലേക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താ? ആന്റി ക്ലോക്ക് വൈസ്. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി കറണ്ട് താഴത്തോട്ടിക്കാണെന്ന് വിചാരിക്കുക, അപ്പൊ നമ്മുടെ വിരൽ എന്താ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, 4 ഫിംഗേഴ്സും. ഓക്കെ, അപ്പൊ തമ്പിന്റെ ഡയറക്ഷൻ കറണ്ട് ആണെങ്കിൽ റിമൈനിങ് 4 ഫിംഗേഴ്സിന്റെ ആ ഒരു കർവ്ഡ് പാത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ ആണല്ലോ? ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്. ഓക്കെ, ആ പേരാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ. ഓക്കെ, അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ കറണ്ട് സ്ട്രെയിറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കണ്ടോ, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സർക്കിളിന്റെയും റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഏറ്റവും അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സർക്കിളിന്റെ റേഡിയസ് വളരെ കുറവായിരിക്കും. അകന്നു പോകുന്തോറും എന്ത് സംഭവിക്കും? റേഡിയസ് കൂടി വരും. പിന്നെ ഈ അകന്നു പോകുന്തോറും, ഓക്കെ, കണ്ടക്ടറിൽ നിന്നും കറണ്ടിൽ നിന്നും അകന്നു പോകുന്തോറും റേഡിയസ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? റേഡിയസ് കൂടുന്തോറും മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറയും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. ഇതൊക്കെ റെയിൽവേ RRBക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ നോട്ടിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിലില്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. കാരണം ഈ റേഡിയസിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, സർക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് സർക്കിൾ ആണെന്ന് പറഞ്ഞു, റേഡിയസ് കൂടി വരുമെന്ന് പറഞ്ഞു, റേഡിയസ് കൂടുന്നൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ശരി. ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ വേറൊരു പേരാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ. എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ കറണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മൾ ഈ ഒരു സ്ക്രൂ വെക്കണം എന്ന് വിചാരിക്കാം. കറണ്ടിന്റെ ഡയറക്ഷനിൽ സ്ക്രൂ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ തിരിക്കുന്ന സ്ക്രൂ? ആ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവിടെ നോക്ക്, കറണ്ട് താഴത്തേക്കല്ലേ പോകുന്നത്. കറണ്ട് താഴത്തേക്ക് പോകുന്ന വെച്ചാൽ എനിക്ക് സ്ക്രൂവിനെ താഴത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് സ്ക്രൂവിന് താഴത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ എങ്ങനെ തിരിക്കണം? ക്ലോക്ക് വൈസിൽ തിരിക്കണം. ഇനി ഈ സ്ക്രൂവിനെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കറണ്ട് മുകളിലേക്കാണെങ്കിൽ സ്ക്രൂവിനെ മുകളിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണം അല്ലെ. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ എന്താ? അതൊരു സർക്കിളാണ്, സർക്കുലർ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? അടുത്തത്
അടുത്തത് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു, ഫോഴ്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് പറയുന്നത്? വെൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് പുറമേ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ വെക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താ പറഞ്ഞത്? തമ്പ് റൂളിൽ ഒരു കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. പുറമെ രണ്ട് ബാർ മാഗ്നറ്റിന്റെ ഇടയിൽ നമ്മളൊരു കണ്ടക്ടർ വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തുകൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്? ഒരു ഫോഴ്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ ഫോഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ കറണ്ടിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ 90 ഡിഗ്രി എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കറണ്ടിനും മാഗ്നറ്റിക് ഫീൽഡിനും 90 ഡിഗ്രിയിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. നമ്മൾ അതിനെ ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. Okay, so Fleming's left hand rule is used to find direction of force acting on the current carrying conductor placed on the magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ആരുടെ 90 ഡിഗ്രി? കറണ്ടിനും മാഗ്നറ്റിക് ഫീൽഡിനും 90 ഡിഗ്രി ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 ഫിംഗേഴ്സും, തമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തള്ളവിരൽ തമ്പ്, ഓക്കെ, ഇൻഡെക്സ് ഫിംഗർ, ഫോർ ഫിംഗർ എന്ന് പറയും, അതേപോലെ മിഡിൽ ഫിംഗർ, ഇത് മൂന്നും ഇടത് കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുക. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുക. തമ്പ് പോയിന്റ്സ് ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ നമ്മുടെ ഈ തമ്പ് എന്ന് പറയുന്നത് എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഫോർ ഫിംഗർ പോയിന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഈ ഫിഗർ നോക്കിയാൽ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഫോർ ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മിഡിൽ ഫിംഗർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കറണ്ടിന്റെ ഡയറക്ഷൻ. മിഡിൽ ഫിംഗർ കറണ്ട്. സോ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഇത് ഞാൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? ഫാദർ മദർ ചൈൽഡ് എന്ന് ആലോചിക്കുക. ഫാദർ മദർ ചൈൽഡ്, ഫാദർ മദർ ചൈൽഡ്. ഓക്കെ, അപ്പൊ ഫാദർ എന്ന് വെച്ചാൽ എന്താ? എഫ്, ഫോഴ്സ്. ഓക്കെ, മദർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്. മദർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഐ, കറണ്ട് ഐ. ഫാദർ മദർ ചൈൽഡ് ആ ഒരു ഓർഡറിൽ വരാം. തള്ളവരില് ഫാദർ മദർ ചൈൽഡ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് എന്ന് വെച്ചാൽ ഐ ഉണ്ടല്ലോ, മൂന്നാമത്തെ ലെറ്റർ കറണ്ട്. അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പൊ അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതേ 3 തന്നെയാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലും വരുന്നത്. ഓക്കെ, അവിടെയും ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ബോൾഡ് ചെയ്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പെർപെൻഡിക്കുലർ, ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് അല്ലെ? തമ്പ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഫോർ ഫിംഗർ ആണ് ഉദ്ദേശിക്കുന്നത്, മിഡിൽ ഫിംഗർ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഇതിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് അപ്ലിക്കബിൾ ടു മോട്ടേഴ്സ്. മോട്ടേഴ്സിന്റെ കൺസെപ്റ്റിൽ ഏത് റൂളാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. മോട്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യും അല്ലേ? അടുത്തത് റൈറ്റ് ഹാൻഡ് റൂള് എന്തിനാ ഉദ്ദേശിക്കുന്നത്? കറണ്ട്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാനാണ് അല്ലേ? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോ പ്രകാരം ഒരു കണ്ടക്ടറിലൂടെ ആ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് വെക്കുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട്. ആ കറണ്ടിന് വിളിക്കുന്ന പേരെന്താ? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ ഓക്കെ, അപ്പൊ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ എന്താണ്? ലെഫ്റ്റിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണെങ്കിൽ റൈറ്റ് യൂസ് ചെയ്യാം. ഫാദർ ഫോഴ്സ്, ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ എവിടെയാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യുള്ളൂ. ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് തമ്പ്. ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ദി ഇൻഡ്യൂസ്ഡ് കറന്റ്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. നേരത്തെ പറഞ്ഞ അതേ തന്നെ റൈറ്റിൽ. ഓക്കെ.
പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് അല്ല, അത് ഞാൻ റൈറ്റ് ആണ്, ഇത് എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് അപ്ലിക്കബിൾ ടു ജനറേറ്റേഴ്സ്, ഇത് മിസ്റ്റേക്ക് ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് അല്ല കേട്ടോ, റൈറ്റ് ആണ്. റൈറ്റ്, എൻ്റെ പാനൊന്നും ഇല്ല. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു റൂൾ ഈസ് അപ്ലിക്കബിൾ ടു ജനറേറ്റേഴ്സ്. ഓക്കെ, അപ്പം അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. കറണ്ട് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഇവിടെ, റൂൾ അല്ല ചോദിക്കുന്നത്. ആ ഒരു ഫിനോമിനിക്ക് വിളിക്കുന്ന പേരെന്താ? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിന്റെ ഉത്തരം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, which of the following is used to study the direction of rotation of coil in a magnetic field in electric motor? Electric motor എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞ്? ഇലക്ട്രിക് മോട്ടറിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. സിമ്പിൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കണ്ടു, നമുക്കൊരു 5 സെക്കൻഡ് പോലും വേണ്ടല്ലോ. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ക്യാരിങ് കറണ്ട് ക്യാൻ ബി ഡിറ്റർമിൻഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ എം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? തമ്പ് റൂൾ അല്ലേ? എന്ത് തമ്പ് റൂള്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. എന്ത് സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, which of the following rule is used to determine the force F? ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഏതായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? എഫ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? റൈറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ അല്ലേ? ഈ രണ്ടെണ്ണം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂളും രണ്ടും സെയിം ആണ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഇൻ അക്കോർഡിങ്സ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്, സെന്റർ ഫിഗർ, ഇൻഡെക്സ് ഫിഗർ. ഓക്കെ, അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, സെന്റർ ഫിഗർ ആൻഡ് ഇൻഡെക്സ് ഫിഗർ. അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളില് സെന്റർ ഫിംഗർ എന്ന് വെച്ചാൽ മിഡിൽ ഫിംഗർ, അതുപോലെ ഇൻഡെക്സ് ഫിംഗർ എന്ന് വെച്ചാൽ ഫോർ ഫിംഗർ. എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെന്റർ ഫിഗറും ഇൻഡെക്സ് ഫിഗറും എന്തായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്? സെന്റർ, ചൈൽഡ്, കറണ്ട് അല്ലേ? സെന്റർ ഫിഗർ എന്ന് വെച്ചാൽ കറണ്ട്, ഇൻഡെക്സ് ഫിംഗർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഏതാ വരുന്നത്? സി. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇൻഡെക്സ് ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ്. ഇൻഡെക്സ് ഫിംഗർ എന്ന് വെച്ചാൽ ഫോർ ഫിംഗർ ആണ്, മദർ മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ലേ പറഞ്ഞ്? സിമ്പിൾ, അടിപൊളി. അടുത്ത ചോദ്യം, ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഹാൻഡ് ആണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ തമ്പ്, ഫോർ ഫിംഗർ, സെന്റർ ഫിംഗർ റെപ്രസെന്റ്സ്. തമ്പ്, ഫോർ ഫിംഗർ, സെന്റർ ഫിംഗർ, ഫാദർ, മദർ, ചൈൽഡ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് കറന്റ്. ഏതാ വരുന്നത്? അല്ല, ഫോഴ്സ് ഇതല്ല, അയ്യോ അതന്നെയാണല്ലോ അതിൽ വരുന്നത്. തമ്പ് ഫോഴ്സ്, പിന്നെ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് തമ്പ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോർ ഫിംഗർ, കറണ്ട്, മിഡിൽ ഫിംഗർ. ഓക്കെ, അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഞാൻ എങ്ങനെയാ പറഞ്ഞ്? ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF, ഈ EMF എന്ന് വെച്ചാൽ കറണ്ടിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അവർ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്, രണ്ടും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. 90 ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞില്ലേ? 90 ഡിഗ്രി. മോഷൻ ഉണ്ടാക്കുന്നത് ഫോഴ്സ്, EMFന്റെ ഡയറക്ഷൻ തന്നെയാണ് കറണ്ടിന്റെ, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ ആയിരിക്കും രണ്ടും, 90 ഡിഗ്രി. അടുത്തത്, ദി ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡിനെ? പെർപെൻഡിക്കുലർ എന്നല്ലേ പറഞ്ഞ്? 90 ഡിഗ്രി അല്ലേ പറഞ്ഞ്?
90 ഡിഗ്രി ഏതിനാണ് 90 ഡിഗ്രി? ബോത്ത് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അല്ലേ കറക്റ്റ്. അതും കഴിഞ്ഞ് അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഒന്നാമത്തെ ചോദ്യം എന്താ? ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് ദി കണ്ടക്ടർ. ഞാൻ പറഞ്ഞല്ലേ സർക്കിൾ ആയിരിക്കുമല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ തമ്പ് റൂളിലൊക്കെ പറഞ്ഞല്ലേ സ്ട്രേറ്റ് കണ്ടക്ടർ എന്ന് വെച്ചാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? സർക്കിൾസ് ആയിരിക്കും. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ആസ് വി മൂവ് അവേ. തെറ്റല്ലേ? നമ്മൾ കണ്ടക്ടറിന് പോകും തോറും എന്ത് സംഭവിക്കും? റേഡിയസ് കൂടും. റേഡിയസ് കൂടും, പക്ഷെ അവിടെ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയുന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ്. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് ശരിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിന്റെ കണ്ടുപിടിക്കുന്ന ലൊക്കേഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? 1ഉം 3ഉം ആണ് ശരി. 1 and 3. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതൊക്കെ പോട്ടെ, ആംഗിൾ എന്താണ് ചോദിക്കുന്നത് അല്ലേ? കറണ്ടും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ഒക്കെ എത്രയാണ്? 90 ഡിഗ്രി. പക്ഷെ എന്ത് കഷ്ടം, അതൊക്കെ സിമ്പിൾ ആയി പോയല്ലോ. ഇപ്പൊ സിമ്പിൾ ആയല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is used to study the direction of rotation of coil in magnetic field in electric motor? മോട്ടോറിലാണെങ്കിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? ജനറേറ്റർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ ഒരു ചോദ്യം ടിപ്പിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്, കൺസെപ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ പ്രോട്ടോൺ, ഇതാണ് പ്രോട്ടോൺ കേട്ടോ. പ്രോട്ടോണിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫോഴ്സ് എന്ന് വെച്ചാൽ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഫോഴ്സ്, എഫ് ലെഫ്റ്റ്. ഇവിടെ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ, അല്ല മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇതാണ് കറണ്ട്. അപ്പൊ ആദ്യം കറണ്ട് എന്ന് വെച്ചാൽ പ്രോട്ടോണിന്റെ അതേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുക അല്ലേ? അപ്പൊ പ്രോട്ടോണിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മിഡിൽ ഫിംഗർ മുകളിലേക്ക് വെച്ചു. പ്രോട്ടോൺ എന്ന് വെച്ചാൽ കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലോട്ടേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ടേക്കാണ് കാണിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ടേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ടേക്കാണെങ്കിൽ എൻ്റെ തമ്പ് എങ്ങോട്ടേക്കാ? നിങ്ങളുടെ സ്ക്രീനിന്റെ അകത്തോട്ടേക്കാണ് പോകുന്നത് അല്ലേ? തമ്പ് എന്ന് വെച്ചാൽ എങ്ങനെയാ പോകുന്നത്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ വയ്ക്കുക. കറണ്ട് പ്രോട്ടോൺ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ ഞാൻ പറയാ? ഓക്കെ പോട്ടെ. 4 ഫിംഗർ നമ്മൾ എങ്ങോട്ടേക്ക് വെച്ചു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വെച്ചു. പിന്നെ പ്രോട്ടോൺ മുകളിലോട്ടേക്കാണ്. പ്രോട്ടോൺ മുകളിലോട്ടേക്ക് വെച്ചു. ഓക്കെ, അപ്പോ എൻ്റെ ഈ തമ്പ് എന്ന് പറയുന്നത് സ്ക്രീനിന്റെ അകത്തോട്ടേക്കല്ലേ പോകുന്നത്? തമ്പ് എന്ന് വെച്ചാൽ സ്ക്രീനിന്, ഇവിടെ സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പേപ്പറിന് ഉദ്ദേശിച്ചാൽ മതി. നമ്മുടെ മുന്നിലുള്ളത് പേപ്പർ അല്ലെങ്കിൽ സ്ക്രീൻ. ഓക്കെ, അപ്പൊ എൻ്റെ തമ്പ് എന്ന് വെച്ചാൽ സ്ക്രീനിന്റെ അകത്തോട്ടേക്ക് പോകും. നിങ്ങൾ ഇതേപോലെ പിടിച്ചു നോക്കാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ തമ്പ് എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ് പോകുന്നത്, ഇൻ ടു ദി പ്ലെയിൻ ഓഫ് പേപ്പറാണ് പോകുന്നത് അല്ലേ? ഓക്കെ, എന്നെ സംബന്ധിച്ചോളം ഔട്ടിക്കാണ്, പക്ഷെ സ്ക്രീനിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലേക്ക്, സ്ക്രീനിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾ പിടിച്ചു നോക്കണം. നിങ്ങളിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങളിങ്ങനെ നോക്കാം, ഇൻ ടു ദി പേപ്പർ അല്ലെങ്കിൽ ഇൻ ടു ദി സ്ക്രീൻ ആയിരിക്കും. ക്ലിയർ ആണോ? സിമ്പിളാ. ഒന്നുകൂടി പറഞ്ഞുതരാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ വെക്കുക. പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ്, അതിന്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് വെച്ചു? ഈ ഒരു മിഡിൽ ഫിംഗർ വെച്ചു. എൻ്റെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു മോണിറ്റർ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിന്റെ ഉള്ളിലേക്ക്. സോ ഇൻ ടു ദി പ്ലെയിൻ ഓഫ് പേപ്പർ. മനസ്സിലായോ? ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ആണെങ്കിൽ നേരെ തിരിയും. ഇപ്പോൾ പ്രോട്ടോണിന് പകരം ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക, നെഗറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ലെഫ്റ്റ് ഹാൻഡിൽ 4 ഫിംഗർ വെച്ചു. ഇലക്ട്രോൺ മുകളിലോട്ടേക്കാണെങ്കിൽ കറണ്ട് എങ്ങോട്ടേക്കായിരിക്കും? താഴത്തോട്ടേക്കായിരിക്കും. ഇലക്ട്രോൺ മുകളിലോട്ടേക്കാണെങ്കിൽ കറണ്ട് താഴത്തോട്ടേക്കായിരിക്കും. അപ്പൊ എൻ്റെ ഈ ഒരു മിഡിൽ ഫിംഗർ ഞാൻ താഴത്തോട്ടേക്ക് വെക്കുക. അപ്പൊ ഈ തമ്പ് എന്ന് പറയുന്നത് എൻ്റെ അടുത്തോട്ടേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത് അല്ലെ? മോണിറ്ററിൽ നിന്ന് അകന്നാണ് വരുന്നത്. ഔട്ട് ഓഫ് ദി പേപ്പർ ആയിരിക്കും, ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് പേപ്പർ ആയിരിക്കും
ഇലക്ട്രിക് കറണ്ട് നേരെ തിരിഞ്ഞ് വരും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇവിടെ കണ്ടോ, ഈ ഒരു ചോദ്യം ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്, ഇതിന് ഉത്തരം നിങ്ങൾ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലോട്ടേക്ക് കാണിക്കുന്നുണ്ട്, ഇലക്ട്രോൺ താഴത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്? അപ്പൊ കണ്ടുപിടിച്ച് ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.